Yes, so let's start the discussion here. നിങ്ങൾ ഓരോ ക്ലാസ്സിലെയും റെപ്രസെന്റേറ്റീവ്സ് അവതരിപ്പിക്കുക. ആദ്യം തുടങ്ങുക. ആരാണോ അവതരിപ്പിക്കുന്നത് ആ റെപ്രസെന്റേറ്റീവ് പറയാൻ വിട്ടുപോകുന്ന പോയിന്റുകൾ അതേ ക്ലാസ്സിലുള്ള മറ്റൊരാൾക്ക് എന്ത് ചെയ്യാം, പറയാം. അതിന്റെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ, ഒരു നല്ല ടെക്സ്റ്റ് ബുക്കിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ അതിന്റെ ഡിസ്കഷൻ നടന്നു കഴിഞ്ഞതാണ്. അപ്പൊ ആ ഒരു ഡിസ്കഷന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാം. 11 മണി വരെയാണ് നമ്മുടെ സമയം. ഓരോരുത്തരും സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ, അഥവാ കുറച്ച് നീണ്ടു പോകുകയാണെങ്കിൽ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത ദിവസം കൂടി വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. സോ first invite the representative from Arabic. Yes, who will be there for presenting the item? Arabic il ആരാണ് പ്രസന്റ് ചെയ്യുന്നത്? Style and vocabulary used should be to the age group of students. Text materials should be fixed. Yes, Arabic il നിന്നും ആരാണ് പ്രസന്റ് ചെയ്യുന്നത്? സർ, ഞാൻ ചെയ്യാം. ഇന്ന് കുറെ ആൾക്കാർ ലീവാ. ഇന്ന് 1-2 ആൾക്കാർ ലീവാണ്. ശരി, ഫർസാന ചെയ്തോളൂ. Okay, sir. Respected Hatib sir and my dear friends. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ടെക്സ്റ്റ് ബുക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കാം എന്നുള്ള വിഷയമാണ്. ഞങ്ങളുടെ ഡിസ്കഷനിൽ ഞങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് +2 വരെയുള്ള സ്കൂൾ തലത്തിൽ വരുന്ന ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രത്യേകതകളാണ്. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ചില ക്വാളിറ്റീസ്, ഒരു കുട്ടി അത് കാണുമ്പോൾ എത്രത്തോളം അതിലേക്ക് അതിനെ ആകർഷിക്കാം, എത്രത്തോളം അതിലേക്ക് അവനെ ഇൻട്രസ്റ്റഡ് ആക്കാം എന്നുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് മെയിനായിട്ട് ശ്രദ്ധിക്കും. അതായത് അതിന്റെ കവർ പേജ്, ഓരോ പാഠഭാഗങ്ങളും ടെയും സ്ട്രക്ചറുകൾ, അതുപോലെ വ്യത്യസ്തമായ വിഷ്വൽ ആയിട്ടുള്ള പല ഫീച്ചേഴ്സും അതിലുണ്ടാവും. അതായത് ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഓരോ ലെസണായിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സ്, കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് എന്ത് വിഷയമാണോ കുട്ടികളെ അതിലൂടെ, എന്ത് കാര്യമാണോ കുട്ടികൾ അതിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അത് കൂടുതൽ വിഷ്വലൈസ് ചെയ്തിട്ട് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഒരു നല്ല ടെക്സ്റ്റ് ബുക്കിന്റെ തുടക്കത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത് അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. എത്ര യൂണിറ്റുകളായിട്ടാണ്, എത്ര സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സബ് ടോപ്പിക്സുകളായിട്ടാണ്, എത്ര ലെസൺസ് ആയിട്ടാണ് അത് പോകുന്നത്. ഓരോ ലെസണിലൂടെയും എന്താണ് പഠിപ്പിക്കുന്നത്. ഇപ്പോ ലാംഗ്വേജിന്റെ ആണെങ്കിൽ, ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ആ ഒരു യൂണിറ്റ്, ആ യൂണിറ്റിൽ എത്ര ലെസൺസ്, ഓരോ ലെസണിലും ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള എന്തൊക്കെ ടേംസ് ഒക്കെയാണ്, ഏതൊക്കെ പുതിയ വേർഡ്സ് ആണ് കുട്ടി പഠിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിന്റെ അതിന്റെ ആ ഒരു ഇൻഡെക്സിൽ തന്നെ അത് സൂചിപ്പിക്കും. അപ്പൊ ഒരു കുട്ടിക്ക് ഞാൻ ഈ പാഠത്തിലൂടെ എന്തൊക്കെയാണ് പഠിച്ചെടുക്കേണ്ടത്, ഏതൊക്കെ സ്കില്ലാണ്, ഏതൊക്കെ ഡാറ്റയാണ് ഞാൻ പഠിച്ചെടുക്കേണ്ടത്, ആ ഇൻഡെക്സിലൂടെ തന്നെ കുട്ടിക്ക് മനസ്സിലാവണം. അതൊരു ക്വാളിറ്റിയാണ്. അതുപോലെ ലാംഗ്വേജ് ടെക്സ്റ്റുകളെ അല്ലെങ്കിൽ ലാംഗ്വേജ് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റുകളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും +2 തലത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് ലാംഗ്വേജ് ടീച്ചിങ്ങിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്ഖാനുൽ ലുഗ എന്ന് പറയും. അവർ ഭാഷയിൽ എത്രത്തോളം അവഗാഹം നേടിയെടുക്കുന്നു എന്നതാണ് അതിന്റെ ഒരു കാര്യം. എത്രത്തോളം കുട്ടികൾ എഫക്റ്റീവായിട്ട് ആ ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നു എന്നതാണ് ശരിക്ക് ആ വിഷയം പഠിപ്പിക്കുന്നതിന്റെ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് അവതരിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് കൂടുതൽ കണക്കാക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു ടെക്സ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് കുറെ കാര്യങ്ങൾ കണ്ടന്റ് പഠിപ്പിക്കുന്നതിലല്ല, എല്ലാ തരത്തിലുള്ള ലിറ്ററേച്ചർ ഫോമുകളെയും അവരെ ഒന്ന് പരിചയപ്പെടുത്തും. അതിലൂടെ അവരുടെ
കഴിവുകളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഒരു ചെറിയ കവിതയുടെ പാഠം അവരിലേക്ക് അവതരിപ്പിക്കുന്നു, പിന്നെ അത് ചെറിയൊരു എക്സ്ട്രാക്ട് മാത്രമായിട്ടാണ് അവരിലേക്ക് അവതരിപ്പിക്കുക, അല്ലാതെ ചെറിയൊരു ശകലം മാത്രമായിട്ട്, അല്ലാതെ അത് കംപ്ലീറ്റ് അവരെ ആ പദ്യം പഠിപ്പിക്കുക എന്നതല്ല അത് അവതരിപ്പിക്കുന്നതിലൂടെയുള്ള ലക്ഷ്യം. എങ്ങനെ അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു പദ്യം കമ്പൈൽ ചെയ്യാം, ഒരു പദ്യത്തിന് കമ്പൈൽ ചെയ്യാൻ എന്തൊക്കെ വേണം, എന്തൊക്കെ ആവശ്യമുണ്ട്, ആ സ്ട്രക്ചർ അവരെ പഠിപ്പിക്കുക, അതിലൂടെ അവരുടെ ഭാഷ പരിപോഷിപ്പിക്കുക, അവർക്ക് വേർഡ് പവർ ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെ ആയിരിക്കും ലക്ഷ്യം. ഇങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട്. ഫർസാൻ ഒരു ചെറിയ ചോദ്യം. അപ്പൊ അങ്ങനെ ആവുമ്പോ ഫർസാൻ ഈ പറയുന്ന പോലെയാണെങ്കിൽ ഓരോ കവിതയും പഠിപ്പിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഇതിലെങ്ങനെയാണ് റൈമിംഗ് വേർഡ്സ് വരുന്നത്, ഇതിലെങ്ങനെയാണ് വേർഡ്സ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കണം അല്ലെ? ഉണ്ടായിരിക്കണം. അതിൽ എന്നാലേ കാര്യമുള്ളൂ. കാരണം കുട്ടികൾ കണ്ടന്റ് പഠിക്കുന്നതല്ല, കണ്ടെടുത്തോളമുള്ള ടെക്സ്റ്റുകളിലൊക്കെ അങ്ങനെയാ കാണുന്നത്. ഒരു ചെറിയൊരു എക്സ്ട്രാക്ട് കൊടുത്തിട്ട് ബാക്കിയെല്ലാം അവരിലൂടെ ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ. ആ ലിറ്ററേച്ചർ ഫോം അവരിലേക്ക് എങ്ങനെ അവരുടെ സ്വന്തമായിട്ട് ആ ഫോമിനെ എങ്ങനെ മാറ്റാന്നുള്ളതാണ് ആ ആക്ടിവിറ്റീസിൽ അതിന്റെ രൂപം അങ്ങനെ ഉണ്ടാവുക. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് സാർ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഫർസാന പറഞ്ഞത് ഫിസിക്കൽ ആയിട്ട് പറയുമ്പോൾ അവർക്ക് നമ്മൾ കുട്ടികളാണ് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ അവർ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞു. അട്രാക്ട് ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ളത് കൂടുതലായിട്ട് ഫർസാന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരത് പറയും എന്ന് കരുതുന്നു. എങ്ങനെയുള്ള കവറായിരിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു പ്രസന്റേഷൻ ആയിരുന്നു ഫർസാനയുടെ. കാരണം പറഞ്ഞ പോയിന്റുകൾ ശരിക്കും എടുത്ത് എന്തായിരിക്കണം, എങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ ഫർസാനക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ വിശാലമായിരിക്കണം ഒരു കോൺസെപ്റ്റ്. ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ കണ്ടന്റ് പേജ് കാണുമ്പോൾ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്നൊരു വ്യക്തമായ ധാരണ കുട്ടികൾക്ക് വരും. ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ, ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഒരു ഓരോ യൂണിറ്റിന്റെയും പേര് മാത്രം വെച്ചിട്ട് പോകുന്ന ഒരു കണ്ടന്റ് പേജ് ആയിരിക്കും. അതിന് അപ്പുറം ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ആ കണ്ടന്റ് കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണ് വളരെ വിശാലമായി പഠിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് പേജ് ആയിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞു. പിന്നെ പാഠഭാഗങ്ങളിൽ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ, വിഷ്വലൈസേഷൻ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഏത് ഭാഗം പഠിപ്പിക്കുമ്പോഴും അത് കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണം എല്ലാ പാഠങ്ങളിലും ഉണ്ടായിരിക്കും ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ. പിന്നെ അറബിക് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണ് അറബിക് ക്ലാസ്സിലുള്ള ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതിന്റെ കണ്ടന്റിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്നതുകൊണ്ട്, ഭാഷ പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അതിലെ കണ്ടന്റ് പഠിപ്പിക്കലല്ല, മറിച്ച് ഭാഷ ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കലാണ് എന്നാണ് ഫർസാന പറഞ്ഞത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഭാഷ വിപുലീകരിക്കാൻ സാധിക്കുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ അതിലുണ്ടാകും. അത് മാത്രമല്ല വ്യത്യസ്തമായ കവിത പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു കവിത എങ്ങനെ എഴുതണം എന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കുന്ന ഉദാഹരണങ്ങൾ സഹിതമുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഫർസാന പറഞ്ഞു. ഇനി അറബിക്കിൽ നിന്ന് തന്നെയുള്ള ആർക്കെങ്കിലും ഫർസാന പറഞ്ഞ പോയിന്റുകളോട് കൂടുതൽ പോയിന്റുകൾ ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് നീങ്ങും. യെസ്, അറബിക്കിൽ ആർക്കെങ്കിലും കൂടുതൽ ഫർസാന നിങ്ങൾ ചർച്ച ചെയ്തതാണ്, ചിലപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്ത പോയിന്റുകളിൽ ചില പോയിന്റുകൾ ഫർസാന വിട്ടുപോയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മുന്നോട്ട് വന്നത് പറയാവുന്നതാണ്. യെസ്, ആരെങ്കിലും പറയുന്നുണ്ടോ? ശരി, നിങ്ങളുടെ പോയിന്റുകൾ, നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് അവിടെ ഉണ്ടല്ലോ, അപ്പൊ ആ പോയിന്റുകൾ ഒന്നുകൂടി നമുക്കൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വെബ്സൈറ്റിൽ ഇടാം. അതൊന്നുകൂടി കേട്ട് അതിലുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കത് ആവശ്യം വരും, പിന്നീട് ഞാൻ നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, സാറ് ഒരു മുന്നറിയിപ്പ് തരാതെ ഞങ്ങളെ കൊണ്ട് വിഷയം അവതരിപ്പിച്ചല്ലോ എന്ന്. നിങ്ങൾക്ക് ആ പരിഭവം ഉണ്ടാകും എന്ന് എനിക്കറിയാമെങ്കിലും ആ പരിഭവം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾ ചർച്ച ചെയ്ത ഒരു വിഷയത്തെക്കുറിച്ച് ധൈര്യത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകുക എന്നതാണ് എൻ്റെ ഉദ്ദേശം.
ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഏത് പ്രവർത്തനവും അതൊരു പർപ്പസിനനുസരിച്ച് മാത്രമേ, അതിലൊരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. നമ്മളൊരു ഗെയിം ഉപയോഗിച്ചാലും ഒരു ആക്ടിവിറ്റി ഉപയോഗിച്ചാലും അത് തൽക്കാലത്തേക്ക് ക്ലാസ് നന്നായിരുന്നു, ആക്ടിവിറ്റി നന്നായിരുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക്, ക്ലാസ് റൂമിൽ ഒരു ടൈം പാസിനപ്പുറത്തേക്ക് നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ഉപയോഗിച്ചാലും അത് ഒരു ഉദ്ദേശത്തിൽ അധിഷ്ഠിതമായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതും ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ്. നേരത്തെ നിങ്ങൾ പോയിന്റുകൾ എഴുതി വെച്ച് അത് വായിക്കുന്നതിനപ്പുറത്ത് നിങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യം ഏത് സമയത്ത് നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ വളരണം. അത് എക്സാമിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്നായിരിക്കും ഒരാഴ്ച കഴിഞ്ഞാൽ എക്സാം എന്നൊരു പ്രഖ്യാപനം വരാം. എപ്പോഴും ഒക്കെ നമ്മൾക്ക് തളികയിൽ വെച്ച് മുന്നിൽ കൊണ്ടുവരുന്നത് പോലെ നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് കോവിഡ് വന്നത്. അതുപോലെ കോവിഡ് വന്നപ്പോൾ നമുക്ക് പരീക്ഷകൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥ വന്നു. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾക്കൊരു ടച്ച് വിടുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ അടുത്ത ആഴ്ച എക്സാം എന്ന ഒരു പ്രഖ്യാപനം വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തത്? ആ സമയത്ത് നമ്മൾ ബോധം കെട്ട് വീഴായിരുന്നു. അപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം ഒക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് സമയത്ത് സംസാരിക്കാൻ വിളിച്ചാലും ഏത് സമയത്ത് എഴുതാൻ പറഞ്ഞാലും നമ്മൾ പഠിച്ച വിഷയത്തിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പറയാനും എഴുതാനൊക്കെ സാധിക്കും. അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു അവസരത്തെ ഒരു സുവർണാവസരമായി ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ അതിന്റെ ക്ഷമ കൂടി ചോദിക്കുന്നു. ഇംഗ്ലീഷിൽ നിന്നും ആരെങ്കിലും? ഹലോ സർ, അറബിക്കിൽ നിന്ന് സഫൂറയാണ്. സഫൂറ പറഞ്ഞു. ഒന്നും കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ അറബിക്കില് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാംഗ്വേജ് ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ലെസണിലൂടെ കുട്ടികൾക്ക് മോറൽ എഡ്യൂക്കേഷനിലും ഊന്നൽ കൊടുക്കാൻ ആ ലക്ഷ്യമിടുന്നുണ്ട്. അധികവും മിക്കവാറും യുവാക്കളൊക്കെ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഒക്കെ മൂല്യച്യുതിയുടെ ഒരു ആളുകളായി മാറുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കൂടെ തന്നെ മൂല്യങ്ങൾ കൂടി പരിഗണിക്കണം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, വാല്യൂ എഡ്യൂക്കേഷൻ എന്ന ഒരു കാഴ്ചപ്പാടിൽ ഓരോ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോഴും അതിലൂടെ എന്തെങ്കിലുമൊക്കെ ധാർമ്മികവും സാമൂഹികവും അതുപോലെ തന്നെ മാനുഷികമായ മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതും ഒരു നല്ല ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പ്രത്യേകതയാണ്. ശരി സഫൂറ, താങ്ക് യു. അതൊരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അറബിക്കിൽ നിന്നും പറയാൻ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഓപ്ഷനിലേക്ക് വരാം. യെസ് ഷഹീമ അവതരിപ്പിച്ചോളൂ അങ്ങനെയാണെങ്കിൽ. Good morning, sir, and good morning to all my dear friends. Here I am introducing some features of a good textbook. Me and my friend conduct detailed discussion. Okay, we can start. Text material should be based on interest and taste of students. Cover page and title should be attractive so that students will get an interest to learn the text. Apart from subject topics, some general topic can be added in the text to improve students' general knowledge. Variety of topics should be included in the text to satisfy individual differences and cultural diversity. The textbook should contain tasks which would help the student to boost up their creativity skill. Language should be simple. Text material should be based on age group. The text should be enhance the students for teach new vocabulary, enhancing language skill perfectly. The language should be simple and easy to understand. Include graphics along with the text. New vocabularies and structural items should be included in the text. Attractive pictures in relation with the content of the text should be included. The style and vocabulary used should be suitable to the age group of student. Subject matter to be presented. The presentation of subject matter is the most important step in textbook writing. It includes variety of topics, new form of compositions, new information, natural context, some pieces of poetry, etc. The size of the book should be handy.
it should be possible for the student to carry them properly, especially for the primary classes. And before preparing textbook, we want to care about the age limit, include activities for enhancing students' language skills. Cover page should be attractive and activities should be productive. Include some graphical aspect in textbook so that student can learn easily. Text material should be feasible. The situation in the society, school, the knowledge of the teacher should be kept in mind. The textbook should be edited thoroughly, and we should make it a point to avoid any kind of errors. That's all, sir. Thank you, sir. Yes, okay. It's a comprehensive presentation done by Shahima. Thank you, Shahima. So, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഷഹീം ഇപ്പൊ പറഞ്ഞു. ഒരു ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ അതിന്റെ I should be attractive from the cover itself. We should use a very good or attractive cover. Because actually first impression is best impression. We always tell that first impression is best impression. And when the children look at the cover itself, they should feel, they should get a feeling that, or they should, it should be making them a desire for reading. നമ്മൾ പുസ്തകം തയ്യാറാക്കുമ്പോൾ കവർ പേജിന് അട്രാക്റ്റീവ് ആണെങ്കിൽ അത് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ കുട്ടികൾക്ക് വായിക്കാൻ അതിനുള്ളിലേക്ക് ഒന്ന് കടന്നു ചെല്ലണം എന്ന് തോന്നുന്ന രീതിയിലുള്ള ആകർഷണീയമായ കവർ പേജ് ആയിരിക്കും ഒരു നല്ല ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല അതിന്റെ അകത്തും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളും മറ്റും ഉണ്ടായിരിക്കും. പിന്നെ കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം കണ്ടന്റ് മാത്രം സെലക്ട് ചെയ്യാതെ there should be variety of topics. കാരണം നമ്മൾ വ്യത്യസ്ത കൾച്ചറിൽ നിന്നും വരുന്ന കുട്ടികൾ ഉള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കും. ഏത് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വ്യത്യസ്ത കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ ഉള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ, ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും സംസ്കാരത്തെ പരിഗണിക്കുന്ന രീതിയിൽ ഉള്ള ആക്ടിവിറ്റി കണ്ടന്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ വലിപ്പം എന്ന് പറഞ്ഞു, ദ സൈസ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ഷുഡ് ബി അഫോർഡബിൾ ഫോർ സ്റ്റുഡൻസ്. അതിങ്ങനെ ഒരു 100-500 പേജിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ക്യാരി ചെയ്യണം, അത് എടുത്തു കൊണ്ടുപോകാനുള്ള പ്രശ്നം, അത് സൂക്ഷിക്കാനുള്ള പ്രശ്നം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രശ്നം. പിന്നെ അത് മാത്രമല്ല 500 പേജിലുള്ള ഒരു പുസ്തകം കാണുമ്പോൾ കുട്ടികൾ അപ്പോൾ തന്നെ അവരുടെ കോൺഫിഡൻസ് മുഴുവൻ നശിക്കും. അതൊരു 3 ഭാഗമാക്കിയിട്ട് ആദ്യം ഒരു ഭാഗം കൊടുത്തിട്ടാണെങ്കിലും പ്രശ്നമില്ല. 500 പേജിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ ഇത് മുഴുവനും ഞാൻ ഈ വർഷം കൊണ്ട് പഠിച്ചു തീർക്കണോ എന്നുള്ള അല്ലെ അതൊരു സൈക്കോളജിയാണ്. അപ്പൊ ആ രീതിയിൽ ദ സൈസ് ഷുഡ് ബി അഫോർഡബിൾ ഫോർ ദ സ്റ്റുഡൻസ്. ദെൻ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിനായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവണം. Then you are preparing the textbook not for the college students but for the school students. So language should be simple. Language വളരെ സിമ്പിൾ ആയിരിക്കണം. അതുമാത്രമല്ല ആക്ടിവിറ്റീസ് ഒരുപാട്, ഇപ്പൊ കോമ്പോസിഷൻ പോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെയുള്ള റിട്ടൺ പാർട്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ കുട്ടികളുടെ റൈറ്റിംഗ് സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പോയിന്റുകളാണ് ഇപ്പോൾ ഇവിടെ ഷഹീമ ഇംഗ്ലീഷ് ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഏതെങ്കിലും പോയിന്റ് വിട്ടുപോകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതായാലും ഇവിടെ രേഖപ്പെടുത്തി വെക്കുക. വളരെ മനോഹരമായിട്ട് സമഗ്രമായിട്ട് തന്നെ ഒരു ചർച്ച അവർ നടത്തുകയും അങ്ങനെ ഒരുപാട് പോയിന്റുകൾ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷിൽ നിന്നും ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇംഗ്ലീഷിൽ നിന്നും വരാം. യെസ്, ഓവർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഹിന്ദിയിലേക്ക് വരാം. യെസ്, ഫ്രം ഹിന്ദി anyone can come forward and share your points, the points you have collected after your discussion. Good morning, sir. Yes. Respected Hatib sir, my dear friends, today I am going to present characteristics of a very good textbook. A
അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് പിന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് ബെസ്റ്റ് ഇംപ്രഷൻ ഓക്കെ പറഞ്ഞ പോലെ തന്നെ കവർ പേജ് കുറേയും കൂടി അട്രാക്റ്റീവ് ആയിരിക്കണം. ഇപ്പം നമ്മൾ ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നത്, ഏത് ക്ലാസ്സിലെ കുട്ടികളാണ് പഠിപ്പിക്കുന്നത്, അതനുസരിച്ചിട്ട് അതിൻ്റെ കവർ പേജ് ഡിസൈൻ കറക്റ്റ് ആയിരിക്കണം. അത് ഏജ് ഗ്രൂപ്പിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രൈമറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി അത് കുട്ടികളുടെ ഏജ് മെച്ചുറേഷൻ അനുസരിച്ചിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കവർ പേജ് ഡിസൈൻസ്, ഫോണ്ട് അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് കുറേ കൂടി നല്ലതായിരിക്കും. പിന്നെ ഫർസാന പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻഡെക്സിന് പകരം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അവതാരിക പോലെ കൊടുക്കുന്നത് കുറേം കൂടി നല്ലതായിരിക്കും. കാരണം ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇപ്പം ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു കവിതയാണെങ്കിൽ കവിത അത് എഴുതിയ ആളുടെ പേര്, ഒരു ഉപന്യാസത്തിന്റെ ഭാഗമാണെങ്കിൽ അത് എഴുതിയ ആളുടെ പേര്, ആ രീതിയിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് കാരണം കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാനും നോക്കി മനസ്സിലാക്കാനും സഹായകരമാവുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ അത്രയും കമ്പോസ്ഡ് ആയിട്ട് ആ ഒരു ഇൻഡെക്സ് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി പഠിക്കാൻ ഈസി ആയിരിക്കും. ഇപ്പൊ ലാംഗ്വേജിൽ ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നത് കൊണ്ടും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും ആ ഒരു രീതിയിൽ ഇൻഡെക്സ് ജസ്റ്റ് കവിതയാണെങ്കിൽ കവിത, എഴുതിയാളുടെ പേര് എന്ന് കൊടുക്കുന്നത് ഈസി ആയിരിക്കും. മറിച്ച് കുട്ടികൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ള കണ്ടന്റ്സിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അവതാരിക, ആ അവതാരികയിൽ ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ ഏതൊക്കെയാണ്, സെക്കൻഡ് യൂണിറ്റിൽ ഏതൊക്കെയാണ്, അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു രചനയിലൂടെ അതിൽ കുട്ടികൾക്ക് നമ്മൾ ഏത് രീതിയിലുള്ള ടാർഗറ്റാണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ ചെറിയൊരു കണ്ടന്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സോറി എനിക്ക് ഇവിടെ കറണ്ട് പോയിട്ടാണുള്ളത്. ഞാൻ ലെഫ്റ്റ് ആകണമെങ്കിൽ ഞാൻ ഫോണിലൂടെ കയറും പോയിട്ടാണ് ഉള്ളത്. എന്താണ് എല്ലാ ദിവസവും ഇപ്പൊ ഒരു 10-15 പ്രാവശ്യം കറണ്ട് പോകുന്നുണ്ട്. അഥവാ ഞാൻ ലെഫ്റ്റ് ആകുകയാണെങ്കിൽ ഞാൻ ഫോണിലൂടെ കയറും. റൈറ്റ് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തോ. താങ്ക് യു സർ. പിന്നെന്ന് വെച്ചാൽ സബ്ജക്ട് ടെക്സ്റ്റ് ബുക്കിൽ വരുമ്പോൾ തന്നെ എല്ലാത്തരം വിധകളും, വിധ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിധേണ്ടറിൽ കവിത, കഹാനി, ഉപന്യാസ് അങ്ങനെ ഓരോ കാര്യങ്ങളും വരും. അപ്പോൾ എല്ലാ തരത്തിലുള്ള വിധകളും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് കുറേം കൂടി നല്ലതായിരിക്കും. സിമ്പിൾ ആയിട്ടൊരു കവിത, ഒരു രേഖാചിത്രം, ഉപന്യാസിന്റെ ഒരു ഭാഗം, കഹാനി, ഈ രീതിയിൽ എല്ലാത്തരം വിധകളെയും കുട്ടികളെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് പ്രസന്റ് ചെയ്താൽ കുറേം കൂടി നല്ലതായിരിക്കും. പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലാംഗ്വേജ് ക്വാളിറ്റിയാണ്. ഏജ് മെച്ചുറേഷൻ അനുസരിച്ച് ക്വാളിറ്റി ലാംഗ്വേജ് കൊടുക്കുന്നതും അതിലൂടെ തന്നെ പുതിയ വേർഡ്സ്, പുതിയതരം പ്രയോഗങ്ങൾ, മുഹാവര, ലോകോക്തി ആ രീതിയിലുള്ള കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ആ ഒരു കവിത ആണെങ്കിലും കഹാനി ആണെങ്കിലും അതിന് മാച്ചിങ് ആയിട്ടുള്ള പിക്ടോറിയൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്നത് കുട്ടികൾക്ക് ആ കഹാനിയായിട്ട് കണക്ട് ചെയ്യാനും ഒറ്റ നോട്ടത്തിൽ ആ കഹാനി മനസ്സിലാക്കാനും ക്രിട്ടിക്കലായിട്ട് അതിനെ അനലൈസ് ചെയ്യാനും കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ അതിനുവേണ്ടി സഹായകരമാകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, പ്രൊജക്ട്സ്, പിന്നെ വേർഡ് മീനിങ്സ്, അതേപോലെ തന്നെ അസൈൻമെന്റ് ടോപ്പിക്സ്, ഹോംവർക്കിന് കൊടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ്, ഈ എല്ലാത്തിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് സെക്ഷൻ, അതായത് ഒരു ലെസൺ കഴിഞ്ഞ ശേഷം അതിൻ്റെ ഇതായിട്ടുള്ള ഒരു എക്സസൈസ് എന്ന രീതിയിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഓരോ ലെസന്റെയും തൊട്ട് ശേഷം, ഇപ്പോൾ ഒരു ലെസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റി പേജ്, അത് കഴിഞ്ഞിട്ട് അടുത്ത യൂണിറ്റ് അല്ലെങ്കിൽ അടുത്ത ലെസണിലേക്ക് പോകുന്നത് കുട്ടികൾക്ക് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു കവിതയാണെങ്കിൽ ആ കവിത എഴുതിയ ലേഖക്, അതായത് എഴുത്തുകാരൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അതിലൂടെ എഴുതിയ വ്യക്തിയും, അതേപോലെ തന്നെ ഹിന്ദി സാഹിത്യമാണെങ്കിൽ ഹിന്ദി സാഹിത്യത്തിലെ മികവുറ്റ എഴുത്തുകാരെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് കിട്ടുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ സൈസ്, ഫോണ്ടിന്റെ സൈസ്, ലൈൻസ് തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ക്ലാരിറ്റി ഓഫ് വേർഡ്സ്, ന്യൂ വേർഡ്സ്, മീനിങ്, ഗ്രാമർ, ആക്ടിവിറ്റീസ്, സിമ്പിൾ ലാംഗ്വേജ്, ഇതൊക്കെ കുട്ടികൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ പുതിയ വേർഡ്സും അതിൻ്റെ മീനിങ്ങും പുതിയ ഗ്രാമറും പ്രസന്റ് ചെയ്യുന്നതോടെ കുട്ടികളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനും, അതേപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് എബിലിറ്റി, അതായത് ഒരു ഹിന്ദി ലാംഗ്വേജ് ആണെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന രീതിയിൽ ഹിന്ദി എന്താണ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് എന്താണ് വായിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും പഠിപ്പിക്കുന്നതിലുപരിയായിട്ട് ഒരു ഭാഷ എന്ന രീതിയിൽ ഹിന്ദിനെ പഠിപ്പിക്കാനും, അതിലൂടെ ഹിന്ദി സംസാരിക്കാനും
കോൺഫിഡൻസോടെ ഹിന്ദിയെ നേരിടാനും അത് കൈകാര്യം ചെയ്യാനും കുട്ടികളെ ഹെൽപ്പ് ആവുന്ന രീതിയിൽ കുട്ടികളുടെ ഉള്ളിലേക്ക് മിയർ ആയിട്ട് ഹിന്ദിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ ഹിന്ദി സംസാരിക്കാനും ഹിന്ദി എന്നൊരു ഭാഷയെ മൊത്തമായിട്ട് ഗ്രഹിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഹിന്ദി മാത്രമല്ല, ഞാൻ ഹിന്ദി ആയതുകൊണ്ട് ഹിന്ദി എന്ന എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. ഇംഗ്ലീഷ് ആയാലും അറബിക് ആയാലും മറ്റേത് ലാംഗ്വേജ് ആണെങ്കിലും ആ ഒരു ഭാഷ കുട്ടികളിലേക്ക് കൊടുക്കുന്ന രീതിയിൽ ഉള്ള ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റേഷൻ ആയിരിക്കണം. പിന്നെ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഗ്രാമർ. ഏതൊരു ഭാഷയായാലും സംസാരിക്കുമ്പോൾ ഗ്രാമർ അധികം ഉപയോഗിക്കുന്നില്ലെങ്കിലും എഴുത്തിലും വായനയിലും ഗ്രാമർ ഒരുപാട് ഹെൽപ്പ് ആവുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഗ്രാമർ, അതായത് ഈസി ടു ടഫ് എന്ന രീതിയിൽ ഒരു പ്രൈമറി സെക്ഷൻ മുതൽ സീനിയർ സെക്കൻഡറി വരെ ഗ്രാമർ പഠിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഭാഷയുടെ പ്രയോഗം കുട്ടികൾക്ക് കുറേ കൂടി നല്ല രീതിയിൽ കിട്ടാൻ സഹായിക്കും. പിന്നെന്ന് വെച്ചാൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഒരു സ്റ്റോറി ലൈനിലൂടെ കൊണ്ടുപോയാൽ കുറേ കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ കട്ടായിട്ട് ഇപ്പോൾ ഒരു കവിത, ഒരു കഹാനി, ഒരു ഉപന്യാസത്തിന്റെ ഭാഗം ഇങ്ങനെ പോവാതെ ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ട വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു കണ്ടിന്യൂഷൻ എടുക്കാനും അതേപോലെ തന്നെ പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുക്കാനും സഹായകരാകും. പിന്നെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഹിന്ദിയിൽ പെഡഗോഗിക്കൽ അനാലിസിസ് പഠിക്കുമ്പോൾ അധികം ഉപലബ്ധി എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്. അതായത് ഒരു പാഠഭാഗം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിലൂടെ ആ കുട്ടികൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ഗുണങ്ങൾ എന്നതാണ് അധികം ഉപലബ്ധി വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ടാർഗറ്റ് കുട്ടികളിൽ കൃത്യമായിട്ട് അച്ചീവ് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ കുട്ടികളിലേക്ക് അത് കൃത്യമായിട്ട് എത്തിക്കാനും പറ്റുന്ന ലെസൺസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കരിക്കുലം സെറ്റ് ചെയ്യുമ്പോഴും സിലബസ് സെറ്റ് ചെയ്യുമ്പോഴും ലെസൺ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നത് കുറേ കൂടി നല്ലതായിരിക്കും. പിന്നെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ പ്രൈസ് മീഡിയം ആയിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം. ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. വണ്ടർഫുൾ പ്രസന്റേഷൻ. വളരെ മനോഹരമായിട്ടുണ്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഫർസാനയും അതുപോലെ തന്നെ ഷെയ്മയും പറഞ്ഞതുപോലെ അട്രാക്റ്റീവ് ആയിരിക്കണം കവർ എന്ന് പറഞ്ഞു. പിന്നെ അത് എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ ജനറൽ ഫീച്ചേഴ്സ്, ഇത് എല്ലാ ടെക്സ്റ്റ് ബുക്കിന്റെ സയൻസ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും ഒക്കെ വരുന്നതാണ്. ഫോണ്ട് സൈസ്. അപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോണ്ട് സൈസ് ഉപയോഗിക്കണം. കാരണം കുട്ടികളാണ്, അവർക്ക് പെട്ടെന്ന് വായിക്കാൻ റീഡബിലിറ്റി എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ കണ്ണും മനസ്സും തലച്ചോറും ഇതൊക്കെ ഹൃദയമൊക്കെ തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. നമ്മുടെ കണ്ണിന് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വായിക്കാനുള്ള ഒരു താല്പര്യം കുറയും, ഏറ്റവും പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും. അപ്പൊ അതിന്റെ ആ ഒരു ഫോണ്ട് സൈസ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മിക്കവാറും സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ട് സൈസ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത് 12 പോയിന്റാണ്, 12 പോയിന്റാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമ്മളത് 13 14 ആക്കേണ്ടി വരും ചിലപ്പോൾ. കാരണം 12 എന്ന് പറയുന്നത് തന്നെ ഒരു നോർമൽ സൈസാണ്. അപ്പോ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഫോണ്ട് സൈസ് ആയിരിക്കണം. ഫോണ്ടിന്റെ സ്റ്റൈല്, നമ്മൾ ഫാൻസി ടൈപ്പ് ഫോണ്ട് സ്റ്റൈല് സെലക്ട് ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് വായിക്കാൻ സാധിക്കണില്ല. ഞാൻ നിങ്ങൾക്ക് പിന്നെ പവർ പോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ അയച്ചു തന്നിരുന്നു, ഒരു 360 സ്ലൈഡുകൾ. അതില് ചില കമ്മീഷന്റെ പിന്നെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വിഡിത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലൊരു ഫാൻസി ടൈപ്പ് ലെറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാണാൻ ഭയങ്കര രസമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവും. ഞാൻ പിന്നീട് പലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അതൊരു വലിയൊരു ഫോൾട്ടാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് റീഡബിലിറ്റി ഉള്ള ഫോണ്ട് സൈസ് ആയിരിക്കണം. അതുപോലെ തന്നെ ലൈൻ സ്പേസ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഈ റിപ്പോർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലൈൻ സ്പേസ് എന്ന് പറയുന്നത് 2 ആണല്ലേ. ലൈൻ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഡബിൾ സ്പേസ് ആണ്, ഡബിൾ സ്പേസ് ഉപയോഗിക്കാറുണ്ട്. അത് ഡബിൾ സ്പേസ് കാരണം കുട്ടികളാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യണം. അവർ വായിച്ചു തുടങ്ങുന്ന സമയമായതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അപ്പോൾ ഒരു ഡബിൾ സ്പേസ് ഉണ്ടായിരിക്കണം, അത്യാവശ്യം വലിപ്പമുള്ള ഫോണ്ട് സൈസ് ആയിരിക്കണം. ഫോണ്ടിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് അത് ഫാൻസി ടൈപ്പ് ആക്കുന്നതിനേക്കാൾ അവർക്ക് പെട്ടെന്ന് റീഡബിലിറ്റി ഉള്ള ഫോണ്ട് സ്റ്റൈൽ ആയിരിക്കണം. അതുപോലെ വൃന്ദ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, നമ്മൾ കവിത, കഥ, ലേഖനം അങ്ങനെ വ്യത്യസ്തമായ സാഹിത്യ വിഭാഗങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിക്കണം. കാരണം ഓരോരുത്തർ, ചിലർക്ക് കവിതയോടായിരിക്കും ഒരു ടേസ്റ്റ്, അഭിരുചി.
ചിലർക്ക് കഥയോടായിരിക്കും, ചിലർക്ക് ലേഖനങ്ങളായിരിക്കും. ഒക്കെ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളുക. അത് മാത്രമല്ല, സാഹിത്യം എന്നത് പഠിക്കുമ്പോൾ സാഹിത്യത്തിന്റെ വ്യത്യസ്ത വിഭാഗങ്ങൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം. അപ്പോൾ മാത്രമേ ഇതുണ്ടാവും, സമഗ്രമാകും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വൃന്ദ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് വെറും ടോപ്പിക് മാത്രം കൊടുക്കുന്നതിന് പകരം ഒരു അവതാരിക പോലെ, അഥവാ അത് വേണമെങ്കിൽ ഒരു 2, 3, 4 പേജ് വേണമെങ്കിൽ ഇൻഡെക്സിനുമായിട്ട് ഉപയോഗിക്കാം. ആ ഇൻഡെക്സ് വായിക്കുമ്പോൾ തന്നെ ഇത് കഴിയുമ്പോഴേക്കും എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു വ്യക്തമായ ധാരണ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ ഒരു പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തൊക്കെ നേടാൻ സാധിക്കും എന്നൊരു വ്യക്തമായ ധാരണ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഡെക്സ് പേജ് അതിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഓരോ പാഠം കഴിയുമ്പോഴും ആക്ടിവിറ്റീസ്, എക്സസൈസ് ഒക്കെ ഉൾപ്പെടുക്കുക. അപ്പൊ അതിനൊരു കണ്ടിന്യൂഷൻ അവിടെ വരും. ശരിക്കും ഈ വർക്ക് ബുക്ക് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, വർക്ക് ബുക്ക് ഉണ്ട്, വർക്ക് ബുക്കിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഈ ഒരു പാഠം കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് കൂടുതൽ ഉപകരിക്കുക. അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടും, ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന രീതിയിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടും എന്നുള്ളത് ഒരു നല്ലൊരു പോയിന്റ് ആണ്. പിന്നെ ഈ നേരത്തെ ഷഹീമയും പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടെ വൃന്ദയും പറഞ്ഞൊരു പോയിന്റ് ആണ്. ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ വൊക്കാബുലറി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്ക് വൊക്കാബുലറി കൂടുതൽ നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പുതിയ പുതിയ വേർഡ്സ് വരുമ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഒന്നുകിൽ ആ വേർഡ്സ് വരുന്ന പേജിൽ തന്നെ താഴെ ഏതെങ്കിലും ഭാഗത്തൊരു ബോക്സ് ആയിട്ട് കൊടുത്ത് അതിന്റെ മീനിങ് കൊടുക്കുക, അത് ഉപയോഗിക്കുന്ന ഒരു വാക്യത്തിൽ പ്രയോഗിക്കുന്നത് പോലെ ഒരു സെന്റൻസോട് ഉദാഹരണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. മാത്രമല്ല വേറൊരു പോയിന്റ് വൃന്ദ പറഞ്ഞത്, പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് എഴുതിയ ആൾ, ഇപ്പൊ ഒരു കവിതയാണെങ്കിൽ ആ കവിത എഴുതിയ ആളുടെ പേര് മാത്രം കൊടുക്കുന്നതിന് പകരം ചെറിയൊരു ബോക്സിൽ കവി ആരാണ്, എപ്പോഴാണ് ജനിച്ചത്, ആദ്യം എഴുതിയ കവിത എന്താണ്, അല്ലെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കവിയെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ. അപ്പൊ അത് ഇപ്പോ നമ്മൾ മത്സര പരീക്ഷകളുടെ ഒക്കെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് അത്തരം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അത് ഉപകരിക്കും. അത് മാത്രമല്ല, നേരത്തെ ഷഹീമ പറഞ്ഞൊരു പോയിന്റ് ഞാൻ വിട്ടുപോയിരുന്നു. ജനറൽ നോളജ് എന്ന രീതിയിൽ ചില കാര്യങ്ങൾ കൂടി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതൊക്കെ ഈ മത്സര പരീക്ഷകളുടെ കാലഘട്ടത്തിൽ ഈ പുസ്തകം ഒക്കെ വായിക്കുമ്പോൾ തന്നെ ഏകദേശം അങ്ങനെ ഒരു തലത്തിലേക്ക് കൂടി കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. പിന്നെ ഗ്രാമറിനെ കുറിച്ച് പറഞ്ഞു. ഗ്രാമറൊക്കെ ആക്യുറേറ്റ് ഗ്രാമർ കുട്ടിക്കാലം മുതൽ പഠിപ്പിക്കണം. അവിടെ വൃന്ദ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, ഈസി ടു ഡിഫിക്കൽട്ട് എന്ന രീതിയിൽ. ആദ്യം സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ച് പോകണം. ഏജ്, നേരത്തെ ഷഹീമയും പറഞ്ഞൊരു കാര്യമാണ് ഏജ് എന്ന് പറയുന്നത്. ഏജിനനുസരിച്ചാണ് ഞാൻ ഈ വർഷം ഞാൻ എൻ്റെ മകളെ സ്കൂളിൽ ഞാൻ കഴിഞ്ഞ വർഷം ചേർത്തില്ല, ഈ വർഷം ചേർക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഈ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയൊക്കെ പുസ്തകങ്ങൾ വെറുതെ നോക്കി. ഞാൻ ഷോക്കടിച്ച പോലെ ഞാൻ ശരിക്കും അവിടെയുള്ള ഒരു അധ്യാപകനെ വിളിച്ചു പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, നിങ്ങളുടെ അധ്വാനം എന്തായിരിക്കും. നമ്മൾ പിയാഷയെ കുറിച്ചൊക്കെ പഠിച്ചു, ഇനിയിപ്പോഴും പഠിക്കും. അവരൊക്കെ പറയുന്നത് 10 വയസ്സ് 11 വയസ്സ് കഴിഞ്ഞാലാണ് ലോജിക്കൽ തിങ്കിങ് ആരംഭിക്കുന്നത്. ആ ലോജിക്കൽ തിങ്കിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പുതിയൊരു ഭാഷ പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞെടുത്താണ് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും പുസ്തകത്തിലൊക്കെ വലിയ വലിയ കഥകളാണ്, 4ഉം 5ഉം ക്ലോസുകളൊക്കെ വരുന്ന സെന്റൻസുകളൊക്കെയാണ് ഇംഗ്ലീഷിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ശരിക്കും അവരുടെ പ്രായത്തിനനുസരിച്ച് ഇംപ്രാക്ടിക്കലാണ്. നമ്മൾ ഈ 10-20 വർഷം പഠിച്ചിട്ട് അവസാനം കോളേജിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് പലപ്പോഴും ഭാഷ ഉപയോഗിക്കാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സെന്റൻസുകൾ മുഴുവനും കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് മുമ്പ് മെക്കാനിക്കലായിട്ട് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ കരുതുന്നത് അവരുടെ അറിവ് കാണിക്കാൻ വേണ്ടിയാണ് ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ 1,000 കണ്ടന്റ് കുട്ടികളെ പഠിപ്പിക്കാം. കണ്ടന്റ് പഠിപ്പിക്കലല്ല ലേണിംഗ് ടു നോ എന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത സാധനം. അപ്പോൾ ഏജിനനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പൈറൽ കരിക്കുലം എന്ന് പറഞ്ഞാൽ ഇതിൽ മറ്റുള്ളവർക്ക് ആ പോയിന്റുകൾ പറയും. അപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഒരിക്കലും ഈ ഒരു ടോപ്പിക് മുഴുവനായിട്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് പകരം ഒരു ടോപ്പിക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ച് അടുത്ത ക്ലാസ്സിൽ അതേ ടോപ്പിക്കിന്റെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം പഠിപ്പിക്കുന്ന രീതിയിൽ ഈസി ടു ഡിഫിക്കൽട്ട്, അത് പ്രായത്തിനനുസരിച്ചാണ്. അതൊരു ജനറ്റിക് എപ്പിസ്റ്റമോളജി ഉണ്ട്. എക്സെപ്ഷണൽ കേസുകൾ, ചില
പ്രതിപാദനരായ ചില ആളുകൾ, അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള ചില ആളുകൾ വരും. അങ്ങനെ ഇല്ലാതെ ജനറൽ ആയിട്ട് എല്ലാവർക്കും ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്. അതാണ് നമ്മൾ ഈ സൈക്കോളജിയിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കുന്നത് എക്സാം എഴുതാനല്ല. ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ഒരു 13 വയസ്സുള്ള കുട്ടിയായിരിക്കും. ആ 13 വയസ്സുള്ള കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് മനഃശാസ്ത്രം എന്ത് പറയുന്നു, ശാസ്ത്രം എന്ത് പറയുന്നു, അതിനനുസരിച്ചാണ്, ആ കുട്ടിയുടെ ലെവലിനനുസരിച്ചാണ്, ഏജ് നോക്കിയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് ഷെയ്മയും വൃന്ദയും ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു സിമ്പിൾ ആയിരിക്കണം ലാംഗ്വേജ്, അവരുടെ പിന്നെ ഒരു നേച്ചറിനനുസരിച്ചുള്ള ലാംഗ്വേജ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഏതായാലും വളരെ മനോഹരമായ ഒരു അവതരണമായിരുന്നു. ഒരുപാട് പോയിന്റുകൾ വന്നു. നമുക്കിനി 10 മിനിറ്റ് കൂടിയാണ് ഉള്ളത്. നമ്മൾ മാത്തമാറ്റിക്സ്, ഞാൻ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതിൽ ചില പോയിന്റുകൾ ഞാൻ വിട്ടുപോകും, അത് നിങ്ങൾക്കിടക്ക് സൂക്ഷിക്കാം. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാണ്, പിന്നെ എനിക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ 10-20 പോയിന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത് എൻ്റെ ബ്രെയിനിൽ വെക്കാനുള്ള ഒരു കഴിവൊക്കെ ചിലപ്പോൾ നശിക്കാം. പ്രായം കൂടുന്നതനുസരിച്ച് അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പോയിന്റ് വിട്ടുപോകുകയാണെങ്കിൽ അത് ഞാൻ മറന്നു പോയിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാത്തതുകൊണ്ട് വിട്ടുപോകുന്നതാണ് എന്ന് കരുതിയാൽ മതി. പിന്നെ നിങ്ങളുടെ വോയിസ് ക്ലിപ്പ് നമ്മൾ ഒന്നിച്ചൊന്ന് ക്രോഡീകരിച്ച് എല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ വെബ്സൈറ്റിലിടും. അപ്പൊ ആ പോയിന്റുകളൊക്കെ അവിടെ വരും. ഓറൈറ്റ്. അപ്പൊ നമുക്കിനി പിന്നെ മാത്തമാറ്റിക്സിലേക്ക് വരാം. 10 മിനിറ്റ് ആണ് ഉള്ളത്. പിന്നെ ആ 10 മിനിറ്റിൽ തീരുന്നില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഈ ചർച്ച തുടരും. റൈറ്റ്. അപ്പോൾ വളരെ മനോഹരമായിരുന്നു പ്രസന്റേഷൻ. ഏകദേശം തന്നെ ഹിന്ദി ഭാഷയെക്കുറിച്ച് അത് എങ്ങനെയായിരിക്കണം, അത് പഠിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം, അത് കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം, ആക്ടിവിറ്റീസ് വേണം എന്നൊക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു ടെക്സ്റ്റ്. പിന്നെ അതോ മാത്രമല്ല, വളരെ വേറൊരു കാര്യം പറഞ്ഞത് ഇതിന്റെ വില. ഒരു ടെക്സ്റ്റ് പുസ്തകത്തിന്റെ നമ്മളിപ്പോ വില എന്ന് പറയുന്നത് ഇപ്പോ ഈ എലിമെന്ററി സ്റ്റേജിലൊക്കെ ഫ്രീ ആയിട്ടൊക്കെ പുസ്തകം കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മളത് വിലക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പൈസ എന്ന രീതിയിലാണ് അതിലൊരു എല്ലാവർക്കും താങ്ങാവുന്ന ഒരു വിലയായിരിക്കണം എപ്പോഴും ഒരു ടെക്സ്റ്റ് ബുക്കിന് ഉണ്ടായിരിക്കേണ്ടത്. സോ മാത്തമാറ്റിക്സ് തുടങ്ങിക്കോളൂ. ഞാൻ അതിന്റെ ഇടയിൽ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തുടങ്ങിക്കോളൂ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് ഞാൻ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഏകദേശം അതിലെ പോയിന്റ്സ് ഒക്കെ വൃന്ദയും ഷെയ്മയും ഫർസാനയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് അതിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സും അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഫോണ്ട്, അതിന്റെ പേജസ് ഒക്കെ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിരിക്കണം. അതിന്റെ കവർ പേജ് എന്ന് പറയുന്നത് പിന്നെ കുറച്ച് എന്താ പറയാ, ഫസ്റ്റ് കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കവർ പേജ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിൽ യൂസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ചില സമയത്ത് നമ്മൾ ബുക്സിലെ ചില പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. ചിലപ്പം ബ്രൗൺ കളർ കുറച്ച് ഡാർക്ക് അടിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ കുറച്ച് ക്വാളിറ്റി പേപ്പേഴ്സ് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ പ്രിന്റിങ് എന്ന് പറയുന്നതും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതിൽ ഹെഡിങ് എന്ന് പറയുന്നത് കുറച്ച് ഫോൺ സൈസ് കൂടിയിട്ടുള്ളതും അതിൽ ബാക്കിയുള്ള പോയിന്റ്സ് കുറച്ച് ഫോൺ സൈസ് കുറച്ചിട്ടുള്ളതും. പിന്നെ ഇതില് കുറച്ച് നമ്മൾ ഈ കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പേജിൽ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തിങ്ങി നിറയുന്ന രീതിയിൽ എഴുതുന്നതിന് പകരം കുറച്ച് സ്പേസ് വിട്ടിട്ട്, ചിലപ്പം വായിക്കുമ്പോൾ കുറച്ച് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക, കുറച്ച് സ്പേസ് വിട്ടിട്ട് അതിലെ കണ്ടന്റ് ഉള്ളപ്പോഴാണ്. അപ്പോൾ അതിന്റെ ലൈൻസ് ഒക്കെ കുറച്ച് സ്പേസ് വിട്ടിട്ട് കുറച്ച് സ്പേസ് ആയിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. അതേപോലെ തന്നെ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഈസിലി റീഡബിൾ ആയിട്ടുള്ള പ്രിന്റിംഗ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് കുട്ടികൾക്ക്. അതേപോലെ ബൈൻഡിങ് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ്ങും ലോങ് ലാസ്റ്റിംഗും ആയിരിക്കണം. അതേപോലെ തന്നെ ഇതിന് അഫോർഡബിൾ പ്രൈസും ആയിരിക്കണം ടെക്സ്റ്റ് ബുക്കിന് ഉണ്ടായിരിക്കേണ്ടത്. കുട്ടികൾക്ക് അവർക്ക് സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഇങ്ങനെയാണ് ഇതൊക്കെയാണ് അതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് അതിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റിന് വേണ്ട ക്വാളിറ്റീസ് ആണ് ഇതിന് പറയുന്നത്. മെയിൻ ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് സെന്റേർഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് അവരെ ഇൻട്രസ്റ്റും അവരെ ഏബിലിറ്റിയും അതിലും ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കേണ്ടത്. അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മാത്തമാറ്റിക്സ് ബേസിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ
കണ്ടന്റ് ഉൾപ്പെടുത്തുമ്പം അത് സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് വേണം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കാനും അത് ക്യാച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ കോൺക്രീറ്റ് അബ്സ്ട്രാക്ട്, ദാറ്റ് മീൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് മാത്രമല്ല നമ്മൾ അധിക സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയാം അതിനുള്ള കണ്ടന്റ് അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ റിയൽ ലൈഫുമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് കേൾക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, പിന്നെ അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിലബസ് എന്ന് പറയുന്നത് കുട്ടികളെ മൈൻഡും അവരെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയിരിക്കണം, ഒന്നും മിസ്സാവാത്ത രീതിയിൽ. അതേപോലെ തന്നെ എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിന് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിൽ ചെയ്യാൻ കഴിയില്ല, പക്ഷെ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം പിന്നെ എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും. പിന്നെ പറഞ്ഞ പോലെ കുട്ടികളുടെ ഇന്റലിജൻസ് ലെവൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മൾ അതിനെ കണ്ടന്റ് ഉൾപ്പെടുത്തണം. എന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്സിൽ പോയിട്ട് നേരത്തെ സർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. അവരെ മെന്റൽ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ടെക്സ്റ്റ് ബുക്കും ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ബേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിലാണ്, കൂടുതൽ ആക്ടിവിറ്റീസ് നമ്മൾ ഉൾപ്പെടുത്തണം ഇതില്. അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പോർഷൻസ് കഴിഞ്ഞാലും കുട്ടികളെ കൂടുതൽ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്ന രീതിയിൽ ആയിരിക്കണം കണ്ടന്റ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഈ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ റിക്കോൾ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും കൂടി ഉൾപ്പെടുത്തണം. എന്നാൽ പിന്നെ ഡയറക്റ്റ് പുതിയ പോർഷൻസിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം എന്തൊക്കെയാണ് മുന്നേ പഠിച്ച കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയും അതുമായിട്ട് ബേസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതേപോലെ തന്നെ ഇതില് കുട്ടികളെ കുറച്ചും കൂടി അവര് ഇപ്പൊ പഠിക്കുന്ന മാത്രമല്ല കുറച്ചും കൂടി അവർക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മീൻസ് മെറ്റാകോഗ്നിറ്റീവ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസും അതേപോലെ തന്നെ പ്രോബ്ലംസും കൂടുതൽ അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതും നന്നായിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഈ കണ്ടന്റ് പറയുമ്പോൾ ഈ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടന്റ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ നമ്മളിപ്പോ ചെറിയ ക്ലാസ്സിൽ കാണാം, പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നെല്ലാം പറയുന്ന രീതിയിൽ നമ്മൾ കണ്ടന്റ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് വായിക്കുമ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അത് കുറച്ച് വലിയ ക്ലാസ്സിലാകുമ്പോൾ അതിന് ചേർന്ന രീതിയിലുള്ള കണ്ടന്റ് പിന്നെ നമുക്ക് ആ രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കുട്ടികൾക്ക് അവരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിൽ ഗെയിംസ്, പസിൽസ് അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മളിപ്പോ അധികം ടെക്സ്റ്റിലും കണ്ടിട്ടുള്ളതാണ്, പിന്നെ പക്ഷെ നമ്മൾ സ്കൂൾ ലെവലിലെ ടെക്സ്റ്റ് ബുക്കിൽ കാണലില്ല. നമ്മളിപ്പം നമ്മൾ ഈ മെയിൻ പോയിന്റ്സ് ഉണ്ടാവും, ഇപ്പൊ ചില ഡെഫിനേഷൻസ് അതെല്ലാം നമുക്ക് പെട്ടെന്ന് എവിടെയാണുള്ളത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഇൻഡെക്സിൽ നോക്കിയാൽ മെയിൻ ഹെഡിങ് അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിന്റെ ബാക്ക് പേജിൽ ഇന്ന പേജിൽ അത് എല്ലാം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കുന്ന രീതിയിൽ ഇന്ന പേജിൽ ഈ ഒരു പോയിന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ അതിന്റെ കൊടുത്തിട്ട് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ, അവർ നോക്കാനും ആ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ സർ. ശരി, താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിട്ട് ഓഫീസ് അവതരിപ്പിച്ചു, വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഞാൻ ഫോൺ എടുത്തത് വീട്ടിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു അത് സുഖമില്ലാത്തതുകൊണ്ടാണ് ഫോൺ എടുത്തത്. വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ മാത്രമേ എടുക്കൂ. ഐ എം സോറി, ഞാനത് വീണ്ടും നിങ്ങളോട് ക്ഷമ ചോദിക്കാണ്. പിന്നെ ഇപ്പൊ ഹഫീസ പറഞ്ഞ ഒരുപാട് പോയിന്റുകൾ, ഇതിന് ജനറൽ ഫീച്ചേഴ്സിൽ പുതിയ കുറെ പോയിന്റുകൾ ഹഫീസ പറഞ്ഞു. ഒന്ന് ഇതിന്റെ പ്രിന്റിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പ്രിന്റിംഗ് മഷി പോരേണ്ടത് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പ്രിന്റിംഗ് അല്ലെങ്കിൽ നമുക്ക് പുസ്തകം വായിക്കാൻ ഒന്ന് കുട്ടികൾക്ക് മനസ്സിലാകില്ല, മറ്റൊന്ന് വായിക്കാനുള്ള താല്പര്യം പോലെ. അപ്പൊ നല്ല പ്രിന്റിംഗ് ക്വാളിറ്റി ആയിരിക്കണം. കുറച്ച് പൈസ കുറച്ചിട്ട് പ്രിന്റിങ് ചെയ്ത് കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു തള്ളിപ്പൊളി പ്രസ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുക. അതിന്റെ പ്രിന്റിംഗ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ പേപ്പറിന്റെ ക്വാളിറ്റി. ഇപ്പൊ നമ്മൾ ഈ പ്രിന്റ് ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം,
പേപ്പർ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ പ്രിന്റ് ഉണ്ട്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പേപ്പർ. നമുക്ക് ചെറിയ പൈസക്ക് പുസ്തകം അടിക്കും. ഇപ്പൊ ഗൈഡുകൾ അടിക്കുന്നതാണ് നിങ്ങൾ പലപ്പോഴും ടെക്സ്റ്റ് ബുക്കുകൾ ഗൈഡുകളൊക്കെ നിങ്ങൾക്ക് 100 രൂപക്കും 110 രൂപക്കൊക്കെ ഗൈഡുകൾ കിട്ടും. ഇത് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ പേപ്പറിലാണ്. പേപ്പർ ബാക്ക് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ന്യൂസ് പേപ്പർ പ്രിന്റിലാണ് അത് ചെയ്യുന്നത്. പിന്നെ പേപ്പറിന്റെ നമ്മൾ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ മാപ്പിലിത്തോ എന്ന പേപ്പറാണ് വൈറ്റ് പേപ്പർ. ഇതിന്റെ വൈറ്റ് പേപ്പറുണ്ട്, യെല്ലോ ഷെയ്ഡും ഉണ്ട്. ആ പേപ്പർ നമ്മുടെ അതിന്റെ 13.1, 15.1, അതുപോലെ തന്നെ 18, 21 എന്നൊക്കെ പറയുന്ന പേപ്പറുകളാണ് വരുന്നത്. അപ്പൊ 21 എന്നുള്ള പേപ്പറാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള പേപ്പർ. അത് വൈറ്റ് ആണെങ്കിലും യെല്ലോ ഷെയ്ഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്കൊരു നാച്ചുറൽ ഷെയ്ഡ് എന്നാണ് പറയുന്നത്. ഒരു യെല്ലോ കളർ ആയിരിക്കും, എന്നാൽ ഈ വൈറ്റ് പേപ്പറിന്റെ അതേ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെയുള്ള നല്ല ക്വാളിറ്റി പേപ്പർ ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ പേപ്പർ പെട്ടെന്ന് കീറിപ്പോകില്ല, പെട്ടെന്ന് നാശമാകില്ല. മാത്രമല്ല അതിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യുന്ന ഐറ്റംസ് നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെയുള്ളൊരു പ്രിന്റിങ് ആയിരിക്കും. പിന്നെ ഈ കളർ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇപ്പൊ ഈ പ്രിന്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ കളർ പേജുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ലൈറ്റ് കളർ പേജുകൾ, ഇപ്പൊ ഡാർക്ക് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അത് വായിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ലെറ്റേഴ്സ് തന്നെ ചിലപ്പോൾ കളർ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും വളരെ ഡാർക്ക് ആയിട്ടുള്ള കളർ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള കളർ ഉപയോഗിക്കണം എന്നൊരു പോയിന്റ് കൂടി അവിടെ പിന്നെ ഹഫീസത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഇതിന്റെ ജനറൽ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ ബൈൻഡിങ്, നല്ല സ്ട്രോങ് ബൈൻഡിങ് ആയിരിക്കണം. നമ്മൾ താൽക്കാലികമായിട്ട് 3 ദിവസം ഉപയോഗിക്കുന്ന സമയം ഉപയോഗിക്കുമ്പോൾ ഇത് കീറിപ്പോകണം. അത് കുട്ടികളാണ്, കുട്ടികളുടെ യൂസേജ് വന്നത് കുറച്ചുകൂടെ റഫ് ആയിട്ടായിരിക്കും. അപ്പൊ നല്ല ബൈൻഡിങ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല അതിന്റെ ഇപ്പം നമുക്ക് നിലവിൽ അറിയാം ബൈൻഡിങ് എന്ന് പറയുന്നത് ഈ അതുപോലെ ലാമിനേഷൻ നല്ല ക്വാളിറ്റി ലാമിനേഷൻ ആയിരിക്കണം. ഇപ്പൊ ഗ്ലോസി ലാമിനേഷൻ ഉണ്ട്, മാറ്റ് ലാമിനേഷൻ ഉണ്ട്. ഗ്ലോസി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈ ഒരു തിളങ്ങുന്ന രീതിയിലുള്ള ലാമിനേഷൻ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ലാമിനേഷൻ ഈ മാറ്റ് ലാമിനേഷനാണ്. അതാണ് ഇപ്പൊ അധികം ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ നോവൽ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ ഗവൺമെന്റ് തലത്തിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ലാമിനേഷൻ തീരെ കനമില്ലാത്ത പേപ്പർ. ഈ കവർ എന്ന് പറയുന്നത് തന്നെ സാധാരണ നമ്മൾ 300 GSM പേപ്പർ ഉണ്ട്, കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു മിനുസുള്ള പേപ്പർ ആയിരിക്കും, പക്ഷേ കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരിക്കും. സാധാരണ 220 GSM 220 GSM എങ്കിലും നമ്മൾ ഉപയോഗിക്കണം. അത്യാവശ്യം കട്ടിയാൽ കുറച്ചുകൂടെ കട്ടിയുള്ളതാണ് 300 GSM. ഈ 300 GSM ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു കാർഡ്ബോർഡിന്റെ കട്ടി തന്നെ ഉണ്ടാവും. അപ്പൊ അതൊന്നും പെട്ടെന്ന് എന്തെങ്കിലും കീറിപ്പോകും. നമ്മൾ ഈ സാധാരണ കോളേജ് മാഗസിനൊക്കെ ഇറക്കുന്ന സമയത്തുള്ള ഒരു കവർ പേജ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു കട്ടിയുള്ള, കാരണം കുട്ടികളാണ് ഉപയോഗിക്കുന്നത്, അത് നീണ്ടു നിൽക്കാൻ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം എന്നൊരു പോയിന്റ് അവിടെ ഹഫീസത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ ജനറൽ ഫീച്ചേഴ്സ് ആണ്. പിന്നെ മാത്തമാറ്റിക്സ് എന്ന രീതിയിൽ വരുമ്പോൾ നേരത്തെ ഹഫീസത്ത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്, അത് ഈസി ടു ഡിഫിക്കൽട്ടി എന്ന രീതിയിൽ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിനനുസരിച്ച് അവരുടെ ഇന്റലിജൻസിനനുസരിച്ച് അത് കണ്ടന്റുകൾ ക്രോഡീകരിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഓഫീസത്ത് പറഞ്ഞത് കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ ഈ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഒരു പ്രത്യേകത അതാണ്. നേരത്തെ വൃന്ദയും പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ലൈൻ എന്ന രീതിയിൽ പോകണം. 11 മണിയായി. ഓഫീസത്ത് പറഞ്ഞ മറ്റു പോയിന്റുകൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ തുടക്കത്തിൽ പറയും. അത് കഴിഞ്ഞതിന് ശേഷം മാത്തമാറ്റിക്സിൽ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഫിസിക്കൽ സയൻസും സോഷ്യൽ സയൻസും വരുന്നതായിരിക്കും. ഐ എം സോറി, ഞാൻ വീണ്ടും നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. രാവിലെ എൻ്റെ ഒരു അശ്രദ്ധ കാരണം ഒരു അരമണിക്കൂറോളം നമുക്ക് നഷ്ടപ്പെട്ടു. അത് എൻ്റെ പരിപൂർണമായിട്ട് എൻ്റെ തെറ്റാണ്. അത് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പ്രിൻസിപ്പാളിനോട് സംസാരിക്കാൻ പോകുകയാണെങ്കിൽ പോലും നേരത്തെ നിങ്ങളെ അറിയിക്കണമായിരുന്നു. ഞാനത് നിങ്ങളോട് എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ക്ഷമ ചോദിക്കുന്നു. അതെൻ്റെ വലിയൊരു വീഴ്ചയായിപ്പോയി. ഇനി 10 മിനിറ്റ് ഇന്റർവെൽ കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷണൽ ക്ലാസ് റൂമിൽ കയറാം. വളരെ രസകരമായ ഒരു ചർച്ചയായിരുന്നു. ചർച്ച ചെയ്ത ആളുകളൊക്കെ അവർ പറയാനുള്ള പോയിന്റുകൾ വളരെ മനോഹരമായി, വ്യക്തമായി, രസകരമായി അവതരിപ്പിച്ചു. ഉദാഹരണങ്ങൾ സഹിതം അവതരിപ്പിച്ചു. ഇനി മറ്റുള്ളവരുടെ വിശദീകരണങ്ങൾക്ക്, അവതരണങ്ങൾക്ക് വേണ്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒത്തുചേരാം. ഇത്രയും നേരം സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ്. താങ്ക് യു സർ. വെരി മച്ച്. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Yes. Yes, welcome, my dear students. Yes, welcome, my dear